ഹലോ കൂട്ടുകാരെ, ഇന്ന് ഡോക്ടറും രോഗിയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ സെക്കൻഡ് പാർട്ട് കേൾക്കാം നമുക്ക്. ഫസ്റ്റ് പാർട്ട് 2 ദിവസം മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. സിസ്റ്റർ ഇഞ്ചക്ഷൻ തരും, നേഴ്സ് ഇഞ്ചക്ഷൻ ദേഗി. സിസ്റ്റർ അറിയാലോ, ഇഞ്ചക്ഷനും അറിയാം, തരും. ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വിവർ മീൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേഴ്സ് ഇഞ്ചക്ഷൻ ദേഗി, ദേഗി എന്ന് പറഞ്ഞാൽ തരും. അതെടുത്താൽ വേദന കുറയും. ഇപ്പൊ രോഗിയോട് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗത്തിലായിരുന്നു നമ്മൾ ലാസ്റ്റ് നിർത്തിയത്. അതെടുത്താൽ വേദന കുറയും എന്ന് പറഞ്ഞാൽ എന്താ? അതെന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ ആണ് കേട്ടോ. ഇഞ്ചക്ഷൻ ലേനേക്ക് ബാ ദർദ് കമോക, അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇസേ ലേനേസെ ദർദ് കമോക, ഇതെടുത്താൽ ഇസേ ലേനേസെ ദർദ് കമോക, ദർദ് എന്ന് പറഞ്ഞാൽ വേദന, കമോക കുറയും. ശേഷം വിശ്രമ റൂമിൽ കിടന്നോളൂ. ഫിർ വിശ്രാം കക്ഷാമേ ലേഡ് ജായേ. വിശ്രമ റൂം എന്ന് പറഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവും. രോഗികൾക്ക് മരുന്നൊക്കെ കൊടുത്തിട്ട് കുറച്ചവരൊന്ന് റിക്കവർ ആവുന്നവരെ കിടത്താൻ പറ്റുന്ന ഒരു റൂം ഉണ്ടാവും, ഒബ്സർവേഷൻ റൂം എന്ന് പറയുന്നതിന്. അതിനാണ് വിശ്രമ റൂം എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചു നേരം ഡോക്ടറിന് ഒബ്സർവ് ചെയ്യാൻ, വേദനയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. റിപ്പോർട്ട് ദിഖാനേക്ക് ബാദി ജാനാ ഹെ, റിപ്പോർട്ട് ദിഖാനേക്ക് ബാദ് ഹി ജാനാ ഹെ, റിപ്പോർട്ട് കാണിച്ചിട്ടേ പോകാവൂ. ഹി ഞാൻ പറഞ്ഞു, പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എംഫസൈസ് ചെയ്യാനാ, അത് തന്നെ ഇരിക്കണമെന്ന് നിർബന്ധം പിടിക്കുമ്പോഴാണ് നമ്മൾ ഹി പറയട്ടോ. റിപ്പോർട്ട് ദിഖാനേക്ക് ബാദ് ഹി, റിപ്പോർട്ട് കാണിച്ചതിന് ശേഷം മാത്രം ജാനാ ഹെ പോകാവൂ. 2 ദിവസം പണിക്ക് പോകരുത്. 2 ദിൻ കാം പർ നെയ് ജാന, 2 ദിവസം നിങ്ങൾക്കറിയാം, കാം അറിയാം, നെയ്ജാന ഇത് അറിയാം. അപ്പം 2 ദിൻ കാം പർ നെയ്ജാന എന്ന് പറഞ്ഞാൽ 2 ദിവസം പണിക്ക് പോകരുത്. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന വേർഡ്സ് ആണ്. എപ്പോഴെങ്കിലുമൊക്കെ സ്പോക്കൺ ഹിന്ദി വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയി കാണും ഇപ്പോഴത്തേക്ക്. വീട്ടിൽ നിന്ന് ആരെയെങ്കിലും വിളിക്കണം. അപ്പൊ രോഗി ചോദിക്കുകയാണ് ഡോക്ടറിനോട്, എന്റെ വീട്ടിൽ നിന്ന് ആരെയും വിളിക്കണം, എന്തെങ്കിലും മീൻസ് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ, എൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് രോഗിക്കറിയില്ലല്ലോ വേദന എന്തുകൊണ്ടാന്ന്. ഗർസെ കിസിക്കോ ബുലാന ഹേ ക്യാ, ഗർസെ വീട്ടിൽ നിന്ന്, കിസിക്കോ ആരെയെങ്കിലും, ബുലാന ഹേ ക്യാ വിളിക്കണോ. ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ക്യാ അവിടെ ഇട്ടിരിക്കുന്നത്. ബുലാന ഹേ എന്ന് പറഞ്ഞാൽ വിളിക്കണം. ഓക്കെ, വിളിക്കുക എന്നുള്ളതിനാണ് ബുലാന. ഗർസെ കിസിക്കോ ബുലാന ഹേ ക്യാ, വീട്ടിൽ നിന്ന് ആരെയെങ്കിലും വിളിക്കണോ. ഇപ്പോൾ വേണ്ട, സ്കാനിങ് റിപ്പോർട്ട് നോക്കട്ടെ. ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നതിനാണ് അബ് നെഹി. അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, നെഹി വേണ്ട. സ്കാൻ ക റിപ്പോർട്ട് ദേക്കുന്നത്, സ്കാനിന്റെ റിപ്പോർട്ട് നോക്കട്ടെ. അപ്പം കഴിഞ്ഞ വീഡിയോയില് അവർക്ക് സ്കാൻ ചെയ്യാനും ബ്ലഡ് ചെയ്യാനും ഒക്കെ ഉള്ള റിക്വസ്റ്റ് എഴുതി കൊടുത്തായിരുന്നു. അപ്പൊ ആ റിപ്പോർട്ട് വന്നിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ. താൻ പേടിക്കേണ്ട, ഘബരാനേക്ക കോയി ബാത്ത് നെഹി. അപ്പം രോഗിയുടെ മുഖത്ത് കുറച്ചൊരു പരിഭ്രമം കാണുമ്പോൾ ഡോക്ടർ ആശ്വസിപ്പിക്കാൻ പറയുന്ന, പേടിക്കാനൊന്നുമില്ല. ഘബരാനേക്ക കോയി ബാത്ത് നെഹി. ഘബരാന എന്ന് പറഞ്ഞാല് പേടിക്കുക, പരിഭ്രമിക്കുക, വ്യാകുലതപ്പെടുക, എന്തെങ്കിലും കാര്യത്തിൽ ടെൻഷൻ അടിക്കുക. അപ്പാണ് ഘബരാനേക്ക കോയി ബാത്ത് നെഹി, പേടിക്കാനൊന്നുമില്ല. കൂട്ടുകാരനോട് എന്നെ ഒന്ന് കാണാൻ പറയണം. ദോസ്ത് കോ മുझसे മിൽനെ കെ ലിയെ കഹ് ദേന. ദോസ്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, കൂട്ടുകാരനോട് ദോസ്ത് കോ മുझसे എന്നെ, അല്ലെങ്കിൽ എന്നെ തന്നെ. മിൽനെ കെ ലിയെ കഹ് ദേന, കാണാൻ പറയണം. മിൽനെ കെ ലിയെ കഹ് ദേന എന്ന് പറഞ്ഞാൽ എന്നെ കാണാൻ പറയണം. ദോസ്ത് കോ മുझसे മിൽനെ കെ ലിയെ കഹ് ദേന എന്ന് പറഞ്ഞാൽ പറയണം എന്നാ കേട്ടോ. കഹന എന്ന് പറയാ പറയുക. മിൽനെ കെ ലിയെ കാണാൻ വേണ്ടി പറയണം. റിപ്പോർട്ടിന്റെ കൂടെ മതി. റിപ്പോർട്ട് കെ സാത്ത്. ഇപ്പൊ ഈ റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, സ്കാൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് എല്ലാം കിട്ടുമ്പോൾ കൂട്ടുകാരനോട് വന്ന് കാണാൻ പറയണം. അപ്പൊ കൂട്ടുകാരനെല്ലാം മനസ്സിലാക്കാൻ എളുപ്പം. രോഗിക്ക് വേദനയുടെ പ്രോബ്ലം ടെൻഷനും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ കൂട്ടത്തിൽ വന്ന ആളെ പറഞ്ഞ് മനസ്സിലാക്കിയ റിപ്പോർട്ടൊക്കെ കണ്ടിട്ട്. ഞാൻ താഴെ OP ഉണ്ടാവും. മേ നീച്ചെ OP മേ രഹൂങ്ക. അപ്പൊ ഡോക്ടറിനെ തപ്പി രോഗി നടക്കേണ്ടി വരും, എവിടെയായിരിക്കും എന്നുള്ളത്. അപ്പൊ അത് ഇന്ന സ്ഥലത്തുണ്ടാവും എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനത്. മേ നീച്ചെ OP മേ രഹൂങ്ക. മേ എന്ന് പറഞ്ഞാൽ ഞാൻ, നീച്ചെ താഴെ, OP എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, രഹൂങ്ക അവിടെ ഉണ്ടാവും. ഞാൻ ഇത് കഴിഞ്ഞാൽ അങ്ങേരി ഇരിക്കുന്ന സ്ഥലമായിരിക്കും, അദ്ദേഹം പോയി ഇരിക്കുന്ന സ്ഥലമായിരിക്കും നീച്ചെ താഴെ OP എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. മേ നീച്ചെ OP മേ രഹൂങ്ക. കുറച്ചു നേരത്തിന് ശേഷം രോഗി വീണ്ടും
ഡോക്ടറുടെ അടുത്ത് റിപ്പോർട്ടുമായി. അപ്പം കുറച്ചു നേരം കഴിയുമ്പോൾ റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ട് കാണിക്കാനായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് വീണ്ടും പോയിരിക്കുകയാണ്. അപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. സർ റിപ്പോർട്ട്. അപ്പോൾ റിപ്പോർട്ട് എടുത്തിട്ട് സാറിന്റെ ടേബിളിലേക്ക് വെച്ചു കൊടുക്കും. ഇത് സർ എൻ്റെ റിപ്പോർട്ട് ഇതാ, ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാനാണ് പറയുന്നത്. തരൂ നോക്കട്ടെ, ഇതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. തരൂ നോക്കട്ടെ, ഇതിൽ കുഴപ്പമൊന്നുമില്ല. തരൂ നോക്കട്ടെ എന്ന് പറഞ്ഞാല് റിപ്പോർട്ടിങ് താ, ഞാനൊന്ന് നോക്കട്ടെ. ദേദോ ദിഖാവോ. ദേദോ എന്ന് പറഞ്ഞാൽ താ, ദിഖാവോ എന്ന് പറഞ്ഞാൽ കാണിക്ക്. ഇസ്മേ സബ് കുച്ച് ടീക്ക് ഹെ. ഇതിലെല്ലാം, ഇതിൽ കുഴപ്പമൊന്നുമില്ല. സബ് കുച്ച് എന്ന് പറഞ്ഞാൽ എല്ലാം, എല്ലാം ശരിയാണെന്ന് പറഞ്ഞാല് കുഴപ്പമൊന്നുമില്ലാന്ന്. ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിയില്ലേ? അപ്പം കൊടുത്തിരിക്കുന്നത് സ്കാനിന്റെ റിപ്പോർട്ട് ആയിരിക്കും. ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് നെയിമില്ല. ബ്ലഡിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലേ? ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് നെയിമില്ല. ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലേ? ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് നെയിമില്ല. ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് കിട്ടിയില്ലേ? ഇതാ സർ, യേ രഹാ സർ. അപ്പോ അടുത്തതായിട്ട് അവൻ ബ്ലഡിന്റെ റിപ്പോർട്ട് എടുത്തിട്ട് കയ്യിലേക്ക് കൊടുക്കണം. ഇതാ സർ, ഇതാ സർ എന്ന് പറഞ്ഞാൽ യേ രഹാ സർ. രക്തത്തിൽ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്. ഖൂൻമേ ജരാസ ഇൻഫെക്ഷൻ ഹെ. രക്തം എന്ന് പറയുന്നതിന് ഖൂൻ എന്നാണ് പറയാ കേട്ടോ. ബ്ലഡില്ലേ, ബ്ലഡിന് ഖൂൻ എന്നാണ് ഇംഗ്ലീഷ് ഹിന്ദിയിൽ പറയാ. രക്തത്തിൽ ഖൂൻമേ ജരാസ, ചെറിയ തോതിൽ ഇൻഫെക്ഷൻ ഹെ, ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ എന്തോ ഒരു ചെറിയ ഇൻഫെക്ഷൻ പിടിച്ചതാണ് ഇവന്. രക്തത്തിൽ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്. ഖൂൻമേ ജരാസ ഇൻഫെക്ഷൻ ഹെ, അതിനാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം കണ്ടുപിടിച്ചു ചെറിയ എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നാന്നുള്ള കാര്യം മനസ്സിലായി. ഫുഡ് പോയ്സണിങ് ആവാനാണ് സാധ്യത. ഫുഡ് പോയ്സണിങ് കാ സംഭാവന ഹെ. ഫുഡ് പോയ്സണിങ് കാ സംഭാവന ഹെ. ഈ ഫുഡ് പോയ്സണിങ് ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ബ്ലഡിൽ വരില്ല കേട്ടോ, ഇൻഫെക്ഷൻ വരില്ല. അവന് വേറെ എന്തൊക്കെയോ ചെറിയ ഇൻഫെക്ഷൻ, പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. കൂട്ടത്തിൽ ഇതും കൂടിയായിരിക്കും. അല്ലാതെ ഫുഡ് പോയ്സണിങ്ങിന്റെ ഇൻഫെക്ഷൻ ഒന്നും ബ്ലഡിലൂടെ പെട്ടെന്നൊന്നും കാണിക്കില്ല. അതൊക്കെ വലിയ അത്യാസന്ന നിലയിലെത്തുമ്പോഴേക്കൊക്കെ ബ്ലഡിലേക്കൊക്കെ വരുള്ളൂ. ഫുഡ് പോയ്സണിങ് കാ സംഭാവന ഹെ. ഫുഡ് പോയ്സണിങ് ആവാനാണ് സാധ്യത. പുറമേ നിന്ന് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ബാഹർസെ കുച്ച് ഖായാ ഹെ ക്യാ. ബാഹർസെ എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന്, കുച്ച് എന്തെങ്കിലും, ഖായാ ഹെ ക്യാ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഖായാ ഹെ ക്യാ കഴിച്ചിരുന്നോ? ഖാന എന്ന് പറഞ്ഞാൽ കഴിക്കുക. ഖായാ ഹെ തിന്നിരുന്നു. ഖായാ ഹെ ക്യാ കഴിച്ചിരുന്നോ? ബാഹർസെ കുച്ച് ഖായാ ഹെ ക്യാ. സാരമില്ല, ഞാനൊരു ആന്റിബയോട്ടിക് തരാം. അപ്പൊ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ഇസ് ആന്റിബയോട്ടിക്. ഓക്കെ, കോയി ബാത്ത് നീ, മേ കുച്ച് ആന്റിബയോട്ടിക് ദൂങ്ക. കോയി ബാത്ത് നീ, ഒരു മീൻസ് പേടിക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ സാരമില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട. മേ കുച്ച് ആന്റിബയോട്ടിക് ദൂങ്ക, ഞാൻ കുറച്ച് ആന്റിബയോട്ടിക് തരാം. ബ്ലഡിൽ ഇൻഫെക്ഷൻ കണ്ടാലോ അല്ലെങ്കിൽ ചെറിയൊരു ഫുഡ് പോയ്സണിങ് ആണെങ്കിലും ഒരു ഡോസ് ആന്റിബയോട്ടിക് നല്ലതാ. അപ്പൊ ഡോക്ടർ പറയാണ്, നീ പേടിക്കാനൊന്നുമില്ല, ഞാനൊരു ചെറിയ ഡോസ് ആന്റിബയോട്ടിക് തരാം, അതുകൊണ്ട് നീ ശരിയാവും. ഇപ്പോൾ വേദനയൊക്കെ കുറഞ്ഞില്ലേ? അബ് ദർദ് തോടാ കം ഹുവാന. അപ്പൊ ഇഞ്ചക്ഷൻ കൊടുത്ത് ഇരുന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമല്ല റിപ്പോർട്ടും കൊണ്ടുവരുന്നത്. അപ്പം ചോദിക്കണം, ഇപ്പോൾ അബ് ദർദ് വേദന, തോടാ കുറച്ച്, കമ്മുവാന കുറഞ്ഞില്ലേ? അബ് ദർദ് തോടാ കമ്മുവാന, ഇപ്പോൾ വേദനയൊക്കെ കുറച്ച് കുറഞ്ഞില്ലേ? ഓക്കെ, അബ് ദർദ്, ദർദ് എന്ന് പറഞ്ഞാൽ വേദനയാണ്. അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ്, നിങ്ങൾക്കറിയാം. തോട അറിയാവുന്നതാണ്. അബ് ദർദ് തോടാ കമ്മുവാന. 3 ദിവസത്തെ മരുന്ന് എഴുതിയിട്ടുണ്ട്. 3 दिन की दवाई लिखी है. 3 दिन की दवाई लिखी है എന്ന് പറഞ്ഞാൽ 3 दिन അറിയാം, 3 ദിവസം. 3 ദിവസത്തേക്കുള്ള ദവായി എന്ന് പറഞ്ഞ മരുന്നാണ്. ലിഖി എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. 3 ദിവസത്തേക്കുള്ള മരുന്ന് എഴുതിയിട്ടുണ്ട്, ആന്റിബയോട്ടിക്സ്. അപ്പൊ ഇത് കഴിച്ചിട്ട് കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ ബാക്കി നോക്കാന്നുള്ള മറ്റുള്ള. ഈ ചെറിയ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പം പ്രൊലോങ്ഡ് ട്രീറ്റ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല, നീണ്ടു നിൽക്കുന്ന ചികിത്സയുടെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഒരു 3 ദിവസത്തെ കോഴ്സ് കൊടുത്താൽ, ആന്റിബയോട്ടിക്കിന്റെ കോഴ്സ് കൊടുത്താൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ ശരിയാവും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. കുച്ച് പരേശാനി ഹേ തോ ആജാന. കുച്ച് പരേശാനി ഹേ തോ ഹി ആജാന. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഹി അവിടെ മതി എന്നുള്ളതിന് ഉപയോഗിച്ചത് കേട്ടോ. അത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം മതി. മാത്രം എന്ന് പറയുമ്പോൾ ഹി അവിടെ വന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എംഫസൈസ് ചെയ്യാനാണെന്ന്. കുച്ച് പരേശാനി ഹേ തോ ഹി ആജാന. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം വരിക. ഇന്ന് ലഘുഭക്ഷണം കഴിച്ചാൽ മതി. ആജ് കുച്ച് ഹൽക്ക ഖാന ഖാലേന. ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്. ലഘുഭക്ഷണത്തിനാണ് പറയുന്നത് ഹൽക്ക ഖാന. ഖാന നിങ്ങൾക്കറിയാം ഭക്ഷണമാണെന്ന്. ലഘുഭക്ഷണത്തിന് പറയുന്നതാണ് ഹൽക്ക. ഹൽക്ക ഖാന എന്ന് പറഞ്ഞാൽ ലഘുഭക്ഷണം. കഴിച്ചാൽ മതി ഖാലേന. ആജ് കുച്ച് ഹൽക്ക ഖാന ഖാലേന. ഇന്ന് കുറച്ച്
ലഘുഭക്ഷണം മാത്രം കഴിച്ചാൽ ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി അല്ലെ, നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്ന് പറയുന്നത് അത് സെയിം. പുറത്തു നിന്ന് ഒന്നും കഴിക്കേണ്ട, ബാഹർസെ കുച്ച് ബി നഹീ ഖാന. ബാഹർസെ എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന്, കുച്ച് ബി ഒന്നും തന്നെ, നഹീ ഖാന കഴിക്കേണ്ട. ബാഹർസെ കുച്ച് ബി നഹീ ഖാന എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് ഒന്നും കഴിക്കേണ്ട. ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്താണ്, കുച്ച് എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, വളരെ കുറച്ച് അല്ലെങ്കിൽ ഒന്നും തന്നെ അങ്ങനെ പറയാം. വേദന കുറഞ്ഞാൽ വീട്ടിൽ പോയിക്കോളൂ. ദർദ് കം ഹോത്തെ ഹി ഘർ ചലേ ജാന. അപ്പൊ ഇൻഫെക്ഷൻ, ചെറിയൊരു ഇൻഫെക്ഷനേ ഉള്ളൂ, അതിന് ആന്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ട്, സ്കാൻ റിപ്പോർട്ട് നോർമലാണ്, അവന് വേദന കുറച്ച് കുറവുണ്ട്, അപ്പോൾ നന്നായിട്ട് വേദന കുറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പോയിക്കോളാം. അപ്പോൾ ഡോക്ടർ അത് കൺക്ലൂഡ് ചെയ്യണം അവന്റെ ട്രീറ്റ്മെന്റ് പാർട്ട്. ദർദ് കം ഹോത്തെ ഹി ഘർ ചലേ ജാന, വേദന കുറഞ്ഞ ഉടനെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. താങ്ക് യു for watching. Please like, share and subscribe my video.